സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ ഉരുൾപൊട്ടൽ പ്രവചന കേന്ദ്രം ഏത് സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? കൊൽക്കത്ത. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി സെഷൻ ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ന്യൂഡൽഹി. ഇന്ത്യയിലെ സോളാർ റൂഫ് ടോപ്പ് പ്രോഗ്രാമിനായി 2024 ജൂലൈയിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എത്ര വായ്പയാണ് അനുവദിച്ചത്? $240.5 ദശലക്ഷം. ONGC വിദേശ് ലിമിറ്റഡ് അസർബൈജാനിലെ ഓഫ്ഷോർ അസരി ചിരാഗ് ഗുണാഷ്ലി എണ്ണപ്പാടത്തും അനുബന്ധ എണ്ണ പൈപ്പ് ലൈനിലും നോർവീജിയൻ സ്ഥാപനമായ ഇക്വിനോറിന്റെ ഓഹരി ഏറ്റെടുക്കാൻ എത്ര തുകയാണ് നൽകിയത്? $60 ദശലക്ഷം. അടുത്തിടെ അന്തരിച്ച അഗ്രികൾച്ചറിസ്റ്റ് കമല പൂജാരിക്ക് പത്മശ്രീ ലഭിച്ച വർഷം 2019. സാങ്കേതിക ലംഘനത്തിന് റിച്ചാർഡ് വെർഷൂറിന്റെ അയോഗ്യതയെ തുടർന്ന് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിൽ തന്റെ ആദ്യ ഫോർമുല 2 വിജയം നേടിയതാര്? കുഷ്മൈനി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യ പുരുഷ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിച്ചതാരെ? മനോലോ മാർക്കോസ്. ഏത് ഇന്ത്യൻ ടെന്നീസ് താരങ്ങളാണ് അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ പുരുഷന്മാരായി മാറിയത്? ലിയാൻഡർ പേസ് ആൻഡ് വിജയ് അമൃതരാജ്. യൂറോസ്പോർട്ട് ഇന്ത്യയിലെ മോട്ടോ GP ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ. 2025 ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന PwC ഇന്ത്യയുടെ ചെയർപേഴ്സണായി രണ്ടാം തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സഞ്ജീവ് കൃഷ്ണൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.